ഗ്യാപ് ഡൗൺ ഇട്ട് വരുന്ന മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് പഠിക്കുക തന്നെ വേണം. ഇന്ന് 700 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഇട്ട് വന്ന മാർക്കറ്റാണ്. ഇതിലെ ട്രേഡിംഗ് പോസിബിലിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് രാവിലെ കൊടുത്ത അപ്ഡേറ്റ് എന്ന് ഞാൻ അമേരിക്കൻ മാർക്കറ്റിലത്തെ ഇടിവിൻ്റെ ന്യൂസാണ്. നമുക്ക് കാണാം ഡൗ ജോൺസും S&P 500 നസ്ഡാക്കും 2.3% ഇടിവിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡൗ ജോൺസ് മാത്രം 1100 പോയിന്റിൻ്റെ മുകളിലുള്ള ഇടിവിലായിരുന്നു നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ അപ്ഡേറ്റ് ചെയ്തത് ഒരു 300 പോയിന്റ്സിൻ്റെ ഇടിവ് നിഫ്റ്റിയിലും ഒരു 700 പോയിന്റ്സിൻ്റെ ഇടിവ് ബാങ്ക് നിഫ്റ്റിയിലും വരുന്നതാണ് ഫസ്റ്റത്തെ പോയിന്റ്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഒരു 8:22 ആയപ്പോൾ ഇന്ന് അങ്ങനെ തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. നിഫ്റ്റി ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 300 പോയിന്റ്സിൻ്റെ ഡൗണും ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു 700 പോയിന്റ്സിൻ്റെ ഡൗൺ തന്നെയായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് നിഫ്റ്റിയിൽ നാളെ എന്താ ഉണ്ടാവുമെന്ന് അറിയണമെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് എടുക്കുക. ഫ്യൂച്ചർ ചാർട്ട് എല്ലാ ദിവസവും റണ്ണിങ് ആയിരിക്കും. അതായത് മാർക്കറ്റ് ടൈം കഴിഞ്ഞാലും റൺ ചെയ്യുന്ന ഒരു സംഭവമാണ്. നാളെ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ നമുക്ക് ഫസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ചാർട്ട് നോക്കിയാൽ മതി. ഇന്ന് ഞാൻ കൊടുത്ത സ്ട്രൈക്കുകളാണ് 24,100 C, 24,200 P, 52,000 P, 52,200 C. ഇത്രയും സ്ട്രൈക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സ്ട്രൈക്കിലൊന്നും ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടില്ല. കാരണം ഈ ഗ്യാപ്പ് ഡൗൺ ആണ്. ബാങ്ക് നിഫ്റ്റി 700 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ, നിഫ്റ്റി 300 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ. ഞാൻ ഈ കൊടുത്ത പ്രൈസുകളൊന്നും നമുക്ക് സെല്ലേഴ്സ് കാൻഡിൽ കണ്ടിട്ടില്ല. ഡയറക്റ്റ്ലി ഹൈ മൊമെൻ്റാണ് കിട്ടിയത്. പിന്നെ ഞാൻ പ്രൈസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാം 175, 677 ഇതേ സ്ട്രൈക്കുകൾ തന്നെയാണ് ഞാൻ മാറി മാറി പ്രൈസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയും നമുക്കൊരു സെല്ലേഴ്സ് റിയേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു സ്ഥലത്ത് കിട്ടിയിരുന്നു, പക്ഷേ അതൊരു 100 പോയിന്റ്സിൻ്റെ മുകളിലായിരുന്നു കിട്ടിയിരുന്നത്. 52,000 P സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 677 മുകളിൽ മുമ്പ് പഠിക്കാനാണ് പറഞ്ഞത്. സെല്ലേഴ്സ് കാനിൽ ഫോം ആയിക്കണത് 789 ഞാൻ പറഞ്ഞ പ്രൈസ് 667 അപ്പോൾ തന്നെ ഒരു 120 പോയിന്റ് വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിലൊന്നും ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഇത് അടിയിലേക്ക് വന്നാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റ കാനിൽ അടിയിലേക്ക് വന്നിട്ട് 710 അപ്പോൾ ഒരു 40-45 പോയിന്റ് വ്യത്യാസമുണ്ട്. അതൊന്നും ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി അല്ല. മാക്സിമം അതിൽ നിന്നും കയറി ആരും ട്രേഡ് ചെയ്തത്. ഇങ്ങനത്തെ സ്പൈക്കുകൾ ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ മാക്സിമം ഒന്ന് കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഗ്രൂപ്പിലൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ആക്റ്റീവായെന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രൈക്ക് പോലും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ രാവിലെ അപ്ഡേറ്റ് ചെയ്ത നിഫ്റ്റി ലെവൽസ് ആണ്. നിഫ്റ്റി വന്നിട്ട് ആദ്യത്തെ മിനിറ്റ് തന്നെ നമുക്ക് റിജക്ഷൻ കിട്ടി. പിന്നെ ഒരു റേഞ്ചിങ് മാർക്കറ്റാണ് നിഫ്റ്റിയിൽ കണ്ടത്. കറക്റ്റ് 24,008-ൻ്റെയും 23,872-ൻ്റെയും ഇടയിലാണ് ഇത് നിൽക്കുന്നത്. ഇത് 9:50 ചാർട്ടാണ് നിഫ്റ്റിയിലത്തെ ഇന്നത്തെ സ്പോട്ടിലത്തെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റിയും സെയിം തന്നെയാണ്, റേഞ്ചിൽ തന്നെയാണ്. പിന്നെ നമുക്കൊരു ട്രേഡ് വരാത്തൊരു സിറ്റുവേഷൻസിലേക്ക് വന്നു തുടങ്ങി. നമ്മുടെ C സ്ട്രൈക്ക് ആണെങ്കിലും P സ്ട്രൈക്ക് ആണെങ്കിലും ഒന്നിലേക്കും ക്യാൻഡിൽസ് വരുന്നില്ല, ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി വരുന്നില്ല. അപ്പോൾ പിന്നെ 10:30 വരെ നമുക്ക് ട്രേഡ് ഞാൻ നോക്കിയിരുന്നുണ്ടായിരുന്നു. പക്ഷേ 10:30 വരെ നമ്മൾ 1 മിനിറ്റിലാണ് ചെയ്യണത്. 10:30 വരെയും ട്രേഡ് വരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ട്രേഡിങ് ഇല്ല. മാർക്കറ്റ് ഇനി ചെയ്യുകയാണെങ്കിൽ ട്രാപ്പിംഗ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുള്ളൂ. Pയിലേക്കാണെങ്കിലും Cയിലേക്കാണെങ്കിലും മാർക്കറ്റ് നല്ല ട്രാപ്പ് ചെയ്യും, എന്നിട്ടാണ് മൂവ് ചെയ്യുള്ളൂ എന്ന് തന്നെ പറഞ്ഞത്. എന്താണ് ട്രാപ്പിംഗ് മാർക്കറ്റ്? നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത്, അതും 700 പോയിന്റ് ഗ്യാപ് ഡൗൺ ബാങ്കിലും 300 പോയിന്റ് ഗ്യാപ് ഡൗൺ നിഫ്റ്റിയിലും വരുന്ന സമയത്ത് മാർക്കറ്റിന് എപ്പോഴും ഒരു മോളിക്ക് പോലെ ഒരു പ്രഷർ വരും. അവർ വലിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടിയിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ മോളിക്ക് ഒരു ടെൻഡൻസി വരും. പക്ഷേ എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് റിവേഴ്സിലൊന്നുമല്ല. അവിടെ ഒരു റിവേഴ്സിൽ സാധ്യത വളരെ കുറവാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ 24,008 മുകളിലേക്ക് നിഫ്റ്റി കയറുകയാണെങ്കിൽ റിവേഴ്സിലാണെന്ന് കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അവിടെ റിവേഴ്സിലൊന്നും സംഭവിക്കില്ല. അവിടെ അത്രയും സെല്ലേഴ്സിൻ്റെ പൈസ പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിനെ, അതായത് അത്രയും സെല്ലേഴ്സ് മാർക്കറ്റിന് ഔട്ടായി, പൈസ പോയി, മാർക്കറ്റ് അടിയിൽ വന്നു. പിന്നെ മാർക്കറ്റിന് ഇതേ സെല്ലേഴ്സിൻ്റെ വേണം അടിയിൽ, അതായത് 23,872 അടിയിലൊക്കെ ബൈയിങ് നടത്തിയിട്ട് മാർക്കറ്റിൻ്റെ മുകളിൽ കൊണ്ടുപോകാം. അവർ ബൈയിങ് നടത്തിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിന് മുകളിൽ പോകാൻ പറ്റില്ല. ഒരു ഫ്യൂല് കിട്ടില്ല അവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുകളിലേക്ക് പോകണ പോലെ നിങ്ങൾക്ക് കാണിച്ചിട്ട് അടിയിലേക്ക് തന്നെ മാർക്കറ്റിന് കൊണ്ടുവരാം. അതാണ് ഞാൻ പറഞ്ഞത്. C സൈഡൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. Cയിലേക്ക് നമുക്ക് കാണാൻ പറ്റും, Cയിലേക്ക് വരുന്ന പോലെ കാണാൻ പറ്റും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ C സൈഡിലേക്കൊക്കെ എടുക്കുമ്പോൾ SL എന്തായാലും കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പിന്നെ ട്രാപ്പിങ്ങുകൾ നന്നായിട്ട് നടക്കും. C സൈഡിലേക്കൊക്കെ നമ്മൾ മാർക്കറ്റിൻ്റെ എതിർദിശയിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. P മാർക്കറ്റിൽ നിങ്ങൾ Cയിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അത്രയും കൺഫർമേഷൻസ് നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അത് പിന്നെ C സൈഡ് നോക്കിയേ വേണ്ട. നല്ലൊരു റിവേഴ്സിൽ വരുന്ന സമയത്ത് മാത്രം Cയിലേക്ക് നോക്കുക.
ഫസ്റ്റ് റിവേഴ്സിൽ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ട്രാപ്പിങ്ങുകൾ നടക്കും ഷുവറായിട്ടും. അതായത് മാർക്കറ്റ് ഒന്ന് 24,008 മുകളിൽ കയറി നിന്നിട്ട് ഒറ്റ ക്യാൻഡിൽ തന്നെ 100 പോയിൻറ്റിൻ്റെ ക്യാൻഡിലൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് ഉണ്ടാക്കാൻ സാധ്യത ഏറ്റവും കൂടുതലാണ്. ഒറ്റ മിനിറ്റ് 100 പോയിൻറ്റിൻ്റെ ക്യാൻഡിൽ അങ്ങനത്തെ ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരും. SL ഇടാത്തവരുടെ കാര്യമാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അവർക്ക് ക്യാപിറ്റൽ വൈപ്പാവണ ഒരവസ്ഥയിലേക്ക് വരെ എത്തണ സിറ്റുവേഷൻസ് ഇല്ല എന്ന് സംഭവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ട്രേഡ് ചെയ്യണ്ടാന്ന്. ഇനിയിപ്പോൾ 23,872 അടിയെ പോയാലും ഇതേ സിനാരിയോ സംഭവിക്കും. അവിടെ നിന്ന് അടിയെ പോകുന്ന നമുക്ക് കൺഫേം ഒന്നുമല്ല. ബീറിഷ് തന്നെയാണ് മാർക്കറ്റ്. ഓൾറെഡി നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അത്യാവശ്യം പോയിന്റ് ഇടിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെയും അടിക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയും കൂടി ആയതുകൊണ്ട് വല്ലാണ്ട് അടിയെ പോകാൻ നിഫ്റ്റിക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം സെല്ലേഴ്സ് എല്ലാ സ്ട്രൈക്കിലും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അടിയെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങളല്ല, പ്രത്യേകിച്ച് എക്സ്പയറി ഡേയ്സിൽ. അതാണ് ഞാൻ ട്രേഡിംഗ് ഇല്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. അതായത് 23,800 അടിയിൽ 850, 23,800, 750 ഹ്യൂജ് സെല്ലേഴ്സാണ്. വോളിയം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഹ്യൂജ് സെല്ലേഴ്സ് ഉണ്ട്. ഇത് അമേരിക്കൻ മാർക്കറ്റിൽ നടന്ന ഒരു പുഷാണ് നമുക്ക് മോർണിംഗ് ആൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല മെയിനായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇന്ത്യയിൽ എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള കാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് അടിക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ നടന്ന കാര്യത്തിനാണ് ഇന്ന് റിയാക്ട് ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പം അങ്ങനെ മനസ്സിലാക്കുക, എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. തിരിച്ച് കയറുകയാണെങ്കിൽ തിരിച്ച് കയറുന്ന ഒരു സിഗ്നലൊക്കെ കറക്റ്റായിട്ട് മാർക്കറ്റ് കാണിക്കും. അപ്പം മാത്രം എൻട്രി. 2 വശത്തേക്കും ട്രാപ്പിംഗ് നടക്കും എക്സ്പയറി ഡേ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ സ്ട്രൈക്കിലാണ്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്പോട്ടിലത്തെ പോലെയല്ല, നമുക്ക് ഈ ട്രാപ്പുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. സ്പോട്ടിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാപ്പുകൾ അങ്ങനെ മനസ്സിലാക്കാൻ സാധ്യത കുറവാണ്. അതായത് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് എത്തി, അവിടെ നിന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പി മേടിക്കുക, അവിടെ തട്ടിയിട്ട് പിയിലേക്ക് സാധ്യതയുണ്ട്. അവിടെ ഇനിയിപ്പോൾ ഒരു സപ്പോർട്ട് തട്ടി, ഇനി സപ്പോർട്ട് തട്ടിയിട്ട് മോളിക്ക് ഒരു സാധ്യതയുണ്ട്. സ്പോട്ടിൽ ചെയ്യുന്നവർക്ക് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ട്രേഡ്സ് വന്നുകൊണ്ടിരിക്കും. സ്ട്രൈക്കിൽ ചെയ്യണോണ്ട് നമുക്ക് പർട്ടിക്കുലർ സ്ട്രൈക്ക് ഉണ്ടാവും, ഒരു പ്രൈസ് ഉണ്ടാവും, സ്ട്രൈക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വന്നാലേ ഉള്ളൂ, എൻ്റെ കണ്ടീഷൻ ആക്റ്റീവ് ആയാലേ ഉള്ളൂ നമുക്ക് ട്രേഡ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആക്റ്റീവ് ആയിട്ടില്ലേ 10 വരെ, അതുകൊണ്ടാണ് ട്രേഡ് ഇല്ലാത്തത്. നമ്മൾ സാധാരണ 6 ട്രേഡ് കൊടുക്കാറുള്ളതാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഇന്ന് ഒരെണ്ണം പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എത്തിയിട്ടില്ല മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല, അതുകൊണ്ട് ട്രേഡിംഗ് ഇല്ല. അപ്പോൾ മാക്സിമം എല്ലാവരും സ്ട്രൈക്കിൽ ചെയ്യാൻ നോക്കുക. സ്പോട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്കുകളുണ്ട്. നിങ്ങളിപ്പോൾ സ്പോട്ട് കണ്ടതാണ്, റേഞ്ചിലാണ് കണ്ടത്, അതൊന്നും മനസ്സിലാകാണ്ട് സ്പോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ വാനിഷ് ആകാനേ പറ്റുള്ളൂ. സ്പോട്ടിൽ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കുറേ പാറ്റേൺസൊക്കെ നിങ്ങൾ കാണും. പല സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചവരുണ്ടാവും, പല പാറ്റേൺ സ്ട്രാറ്റജി പഠിച്ചവരുണ്ടാവും, ക്യാൻഡിൽ സ്റ്റിക്ക് സ്ട്രാറ്റജി പഠിച്ചവരുണ്ടാവും. ഏതാണെങ്കിലും ഇന്ന് അതുകൊണ്ടൊന്നും ഒരു ഉപകാരം ഇല്ലാത്തൊരു ദിവസമാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിവ് മാത്രമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ പാറ്റേൺസാണ്. ഇന്ന പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ ബുള്ളിഷ് മൂവ്, വേറൊരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ അടിയിലേക്ക് ബ്രേക്കൗട്ട് ചെയ്യുന്ന ബീറിഷ് മൂവ്. ഇതനുസരിച്ചുള്ള കുറേ പാറ്റേൺസ് ഇഷ്ടംപോലെ ഷെയർ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്, എല്ലാതും നല്ല പഠിപ്പ് തന്നെയാണ്, കാര്യങ്ങൾ തന്നെയാണ്, എല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിവ് മാത്രം, അതൊരു അറിവിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു പ്രോപ്പർ ക്യാഷ് എടുക്കണ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അറിവ് മാത്രം ഉണ്ടായാൽ നിങ്ങൾക്ക് കാര്യം നടക്കില്ലേ. ഇപ്പോൾ 1 രൂപ ഏതെങ്കിലും ഒരു സ്ട്രൈക്കിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിൽ 2 രൂപ ആയാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ. നിങ്ങൾക്ക് ഈ പാറ്റേൺസ് കൊണ്ട് ഈ 2 രൂപ ആവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുക ഫസ്റ്റ്. എല്ലാ അറിവ് തന്നെയാണ്, ഉള്ള കാര്യങ്ങൾ തന്നെയാണ്, അതൊക്കെ സത്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ അതൊരു അറിവിൻ്റെ സെക്ഷനിൽ മാത്രം നിർത്തുക. നിങ്ങളൊരു പ്രോപ്പർ ബിസിനസ് എന്ന രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രൈസിലേക്ക് വരിക, സ്ട്രൈക്കിലേക്ക് വരിക. സ്ട്രൈക്കിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു സ്ട്രൈക്കാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ പ്രോഫിറ്റിലേക്ക് പോകണോ ലോസിലേക്ക് പോകണോ എന്ന്. സ്പോട്ടിൽ ചെയ്യുന്ന ആൾക്കാരനെ മാത്രം കണ്ടുണ്ടാവുക. നമ്മൾ സ്ട്രൈക്കിലാണ് ചെയ്യണത്. സ്ട്രൈക്കിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് ഞാനിവിടെ ഉയർത്തി പിടിക്കണില്ല. പ്രോപ്പർ സ്ട്രൈക്കിൽ എവിടെയാണ് എൻട്രി എടുക്കേണ്ടതെന്നാണ് ഞാൻ പറയണത്. സ്പോട്ട് നോക്കിയിട്ടുള്ള ട്രേഡിംഗ് ഒന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കണില്ല ഇതിൻ്റെ ഉള്ളിൽ. ഇത് നമുക്ക് വേറെ ട്രേഡുകളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ലെവലിൽ നിന്നും 100 പോയിന്റ് 150 പോയിന്റ് മുകളിലാണ് വന്നേക്കുന്നത്. അതൊന്നും ഞാൻ ഗ്രൂപ്പിൽ വരെ ഇട്ടിട്ടില്ല. ഒരു കാര്യങ്ങളും ആക്ടിവേറ്റ് ആയെന്നൊന്നും ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അത് ആക്ടിവേറ്റ് ആയ പോലെ തന്നെയാണ് വന്നേക്കണത്. പക്ഷെ എടുക്കാൻ ഒരാളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന റേഞ്ചൊന്നും അല്ല തോന്നുന്നു. 100 പോയിന്റ് അപ്പുറത്ത് നമുക്കൊരു എൻ്റെ ഒരു കണ്ടീഷൻ ആക്ടിവേറ്റ് ആയാലും 100 പോയിന്റ് അപ്പുറത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല.
എങ്ങനെ വിശ്വസിച്ചെടുക്കും? 20 പോയിന്റ് ഈസി ആയിട്ട് അല്ലെങ്കിൽ 10 പോയിന്റ് ഈസി ആയിട്ട് അത് അടിച്ചു പോണ ഒരു SL ആണ് ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തത്. അതിനൊക്കെ നിങ്ങളൊരു കുറച്ച് റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എടുത്തോ. ഇത് നമ്മുടെ റേഞ്ചിൻ്റെ അടുത്തൊന്നുമല്ല, ഒരു 100 പോയിന്റ് അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് ട്രേഡ് ഇല്ല. പക്ഷേ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ട്രേഡ് അവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ വേറെ സ്ട്രൈക്കുകളൊന്നും ഇന്ന് നമുക്ക് ആക്ടിവേറ്റ് ആയിട്ടില്ല. നമുക്ക് CPE ഒക്കെയും ട്രേഡ് മുട്ടി നിന്നാണ് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻസിലേക്ക് ഒന്നും വന്നിട്ടില്ല. സിയിലും വന്നിട്ടില്ല, പിയിലും വന്നിട്ടില്ല. എല്ലാത്തിലും പ്രൈസ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നിലേക്കും വന്നിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഡെയിലി ഒരു 4 ട്രേഡ് അല്ലെങ്കിൽ 7 ട്രേഡൊക്കെ എടുക്കാറുണ്ട്. എത്ര മണിക്കുള്ളിൽ? 10:30 എടുക്കാറുണ്ട്. ഇത്രയും ട്രേഡുകൾ കറക്റ്റ് പ്രോഫിറ്റ് എടുത്ത് പോകാറുണ്ട്. ലോസ് വരികയാണെങ്കിൽ ലോസ് എടുത്ത് പോകാറുണ്ട്. ഇന്ന് അതിനുള്ളൊരു അവസരവും മാർക്കറ്റ് തന്നിട്ടില്ല. ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത മാർക്കറ്റാണ്. നിങ്ങൾ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ട, നഷ്ടം വരും. ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ ചെയ്യേണ്ട പരിപാടി മാർക്കറ്റ് നോക്കിയിരിക്കുക, വാച്ച് ചെയ്യുക. അത്ര നമുക്ക് ചെയ്യാറുള്ളൂ. ഇതിനുള്ളിൽ പൈസ ഇട്ടൊന്നും ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിൽ. ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലല്ലേ പൈസ ഇട്ട് കാര്യമുള്ളൂ. നിങ്ങൾ ഒരു ദിവസം ട്രേഡ് എടുത്തില്ലെങ്കിൽ എടുത്തില്ല എന്നുള്ളൂ. നിങ്ങളെന്തിനാ വെറുതെ ഒരു 10 രൂപ SL നിഫ്റ്റിയിലാണെങ്കിലും 20 രൂപ SL എന്തിനാ ബാങ്ക് നിഫ്റ്റിയിൽ വെറുതെ കളയണത്? അത് നാളെ കളയാലോ. നാളെ വല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ നാളെ കളയാം. അങ്ങനെ വിചാരിച്ചാൽ പോരെ. എന്നിട്ട് ട്രേഡ് എടുക്കണ്ട. നിങ്ങൾക്ക് എന്താ പ്രീവിയസ് ഡേയ്സിൽ നിങ്ങളൊക്കെ പ്രോഫിറ്റിലായിരിക്കും. ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഇത്ര ട്രേഡിംഗ് ഡേയ്സിൽ നിങ്ങൾ പ്രീവിയസിൽ പ്രോഫിറ്റിൽ തന്നെ ഇരിക്കണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ ട്രേഡ് എടുക്കണ്ട. അതാ ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് ഞാൻ 10:30 ഗ്രൂപ്പിലിട്ടത്. ട്രാപ്പിംഗ് മാർക്കറ്റാണ്, ഞാൻ ക്ലോസ് ചെയ്യണ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് 10:30 ആയപ്പോഴാണ് ഇട്ടത്. കറക്റ്റ് 10:30. നമുക്ക് ട്രേഡ് വരണില്ല. നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യണത്. എന്നിട്ടും ട്രേഡ് കിട്ടണില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഇരിക്കണതിൽ അർത്ഥമില്ലേ. കുറേ നേരം 3:30 വരെ ഇരിക്കണതിലൊന്നും കാര്യങ്ങളില്ല ട്രേഡിങ്ങിൽ. വെറുതെ മാർക്കറ്റ് വാച്ച് ചെയ്യാന്നുള്ളൂ. പക്ഷേ ട്രേഡൊന്നും എടുക്കേണ്ട കാര്യങ്ങളില്ല. ഫസ്റ്റ് കിട്ടുന്ന ട്രേഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ ട്രാപ്പിംഗ് നടക്കും അവിടെ. മാക്സിമം ട്രാപ്പിൽ പെടുത്താണ്ടാണ് നമ്മുടെ ടെലിഗ്രാമിലത്തെ മെമ്പേഴ്സിനെ ഞാൻ കൊണ്ടുപോകണത്. SL വരായിക അല്ല, എന്നാലും നമ്മൾ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണത് അത് രാവിലത്തെ ട്രേഡിൽ തന്നെയാണ്. നിങ്ങൾ രാവിലെ കറക്റ്റായിട്ട് വരിക, ട്രേഡ് എടുക്കുക. ട്രേഡിങ് ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. പിറ്റേ ദിവസം ട്രേഡ് എടുക്കാം. ഓക്കെ. SL ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും കിട്ടണതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ അത്രയുള്ള കാര്യത്തെ വീഡിയോ. ഇതാണ് ഇൻസ്റ്റാഗ്രാം ID. മാക്സിമം എല്ലാവരും കയറി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ തരുന്ന സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഷുവറായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും അപ്സ്റ്റോക്കിലൊക്കെ അക്കൗണ്ട് എടുക്കണമെങ്കിൽ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് എടുക്കുക. ഇതാണ് ലിങ്ക്. പിന്നെ ആർക്കെങ്കിലും എത്തേറിയത്തിലും ബിറ്റ് കോയിനിലൊക്കെ ട്രേഡിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരും ജോയിൻ ചെയ്യുക നമ്മുടെ ടെലിഗ്രാമിൽ. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യണത്. നിങ്ങൾക്ക് അതിൽ അക്കൗണ്ട് എടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാണ്ടിരിക്കരുത്. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് യൂസ്ഫുള്ളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ടെലിഗ്രാമാണ് ഞാൻ നടത്തുന്നത്. ഫ്രീ കോൾസാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അത്രയുള്ള കാര്യത്തെ വീഡിയോ. അപ്പോൾ നാളെ അടിപൊളി ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.